ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വിവാഹം എന്ന കൂദാശയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചോദ്യോത്തര രീതിയിലായിരിക്കും ഇത് അവതരിപ്പിക്കപ്പെടുക. ഈശോയുടെ സാന്നിധ്യവും ഇടപെടലും ഒപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ വിവാഹത്തിൻ്റെ നന്മയെ സ്ഥിരീകരിക്കുന്ന കാനായിലെ വിവാഹ വിരുന്ന് CCC 1613 സുവിശേഷത്തിൽ പരാമർശിക്കുന്നത് എവിടെ? ഉത്തരം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. വിശുദ്ധ വിവാഹത്തെ പറ്റിയുള്ള ഉദാത്ത സങ്കല്പത്തിനും ദമ്പതികളുടെ വിശ്വസ്തതയ്ക്കും സ്നേഹമസൃണതയ്ക്കും ഹൃദയസ്പർശിയായ സാക്ഷ്യം നൽകുന്ന പഴയ നിയമ പുസ്തകങ്ങൾ ഏവ? ഉത്തരം റൂത്തിൻ്റെയും തോബിത്തിൻ്റെയും പുസ്തകങ്ങൾ. CCC 1611. വിശുദ്ധ വിവാഹമെന്ന കൂദാശയുടെ വിവിധ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി തരുന്ന ചില തിരുവചന ഭാഗങ്ങൾ ഇവയെല്ലാമാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം 18, 22, 24, 3-ാം അധ്യായം 21. ഏശയ്യായുടെ പുസ്തകം 62-ാം അധ്യായം 5-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. 1 കൊറിന്തോസ് 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. കൊളോസോസ് 3-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 7-ാം വാക്യം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം. നവദമ്പതികൾ എന്തുകൊണ്ടാണ് തുറന്ന സുവിശേഷത്തിൽ വലതുകരം വെച്ച് പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലുന്നത്? ഉത്തരം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ചാണ് സ്വതന്ത്ര മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത്. മിശിഹായുടെ നിയമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷങ്ങളിലാണ്. സീറോ മലബാർ സഭയുടെ കൂദാശാക്രമത്തിൽ വിവാഹമെന്ന കൂദാശയിൽ വായിക്കപ്പെടുന്ന സുവിശേഷ ലേഖന ഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 9 വരെ, എഫേസോസ് 5-ാം അധ്യായം 20 മുതൽ 33 വരെ, 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെ. വിശുദ്ധ വിവാഹമെന്ന കൂദാശയിലൂടെ പരസ്പരം തങ്ങളെ തന്നെ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ദമ്പതികളുടെ സമ്മതത്തിന് അംഗീകാരമുദ്ര വയ്ക്കുന്നത് ആര്? ഉത്തരം ദൈവം. വിശുദ്ധ വിവാഹമെന്ന കൂദാശയിലൂടെ ദമ്പതികൾക്കിടയിൽ മാത്രമല്ല മറ്റാരുമായാണ് ഉടമ്പടി ഉടലെടുക്കുന്നത്? ഉത്തരം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടി. CCC 1639. യഥാർത്ഥമായ ദാമ്പത്യ സ്നേഹം വിശുദ്ധ വിവാഹമെന്ന കൂദാശയിലൂടെ ഏത് തലത്തിലേക്കാണ് ഉയർത്തപ്പെടുന്നത്? ഉത്തരം ദൈവസ്നേഹത്തിലേക്ക്. മിശിഹായും സഭയും തമ്മിലുള്ള അനന്യമായ ഐക്യത്തിൻ്റെ പ്രതിരൂപമായ കൂദാശ ഏതാണ്? ഉത്തരം വിശുദ്ധ വിവാഹം. CCC 1661. വിശുദ്ധ വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും ആഴത്തിലുള്ള പ്രേരക ഘടകം ഏതാണ്? ഉത്തരം ഉടമ്പടിയോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയും സഭയോടുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയും. CCC 1659. വിശുദ്ധ വിവാഹത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഏകത, അവിഭാജ്യത, ഫലപുഷ്ടിയോടുള്ള തുറന്ന മനസ്സ് എന്നിവ വിശുദ്ധ വിവാഹത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. CCC 1664. വിശുദ്ധ വിവാഹത്തിൻ്റെ പരമമായ ദാനം എന്താണ്? ഉത്തരം മക്കൾ. CCC 1664. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദ്യ സന്ദേശം മക്കൾ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം കുടുംബത്തിൽ നിന്ന്. CCC 1666. എന്തുകൊണ്ടാണ് CCC 1658 ഈ ലോകത്തിൽ കുടുംബമില്ലാത്തവരായി ആരുമില്ല എന്ന് പറയുന്നത്? ഉത്തരം കാരണം സഭ എല്ലാവരുടെയും വീടും കുടുംബവുമാണ്, പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നവരുടെയും. CCC 1658. ആരാണ് കുട്ടികളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും? ഉത്തരം മാതാപിതാക്കൾ. 2-ാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം ഗാർഹിക സഭ. CCC 1666.
വിശുദ്ധ വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരം പങ്കാളിയുടെ പരസ്പര സമ്മതം. CCC 1626. വിവാഹം ആത്യന്തികമായി എന്തിലേക്കുള്ള ദൈവവിളിയാണ്? ഉത്തരം വിശുദ്ധിയിലേക്കുള്ള ദൈവവിളിയാണ്. വിവാഹ ജീവിതത്തിലെ വളർച്ചയുടെ ഉറവിടം എന്താണ്? ഉത്തരം പ്രാർത്ഥന. ദാമ്പത്യ ജീവിതത്തിൻ്റെ കാതലായ അർത്ഥം നൽകുന്നത് എന്താണ്? ഉത്തരം ത്യാഗപൂർണമായ സ്നേഹം. വിവാഹബന്ധത്തിൻ്റെ പൂർണ്ണത അനുഭവവേദ്യമാകുന്നത് എപ്പോഴാണ്? ഉത്തരം നിരന്തരമായ ദൈവിക സാന്നിധ്യത്തിൽ. ഐക്യത്തിൻ്റെ പ്രതീകമായ താലി എപ്രകാരം വധൂവരന്മാരെ ബന്ധിക്കട്ടെ എന്നാണ് താലി വെഞ്ചരിപ്പ് നടത്തുമ്പോൾ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ഐക്യത്തിൻ്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. വിവാഹമെന്ന കൂദാശയിലെ മോതിരം വെഞ്ചരിക്കുന്ന പ്രാർത്ഥനയിൽ മോതിരത്തെ എന്തിൻ്റെ പ്രതീകമായാണ് പരാമർശിച്ചിരിക്കുന്നത്? ഉത്തരം സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി. മന്ത്രകോടി വെഞ്ചരിക്കുമ്പോൾ വധൂവരന്മാരെ എന്തിന് യോഗ്യരാക്കണമേ എന്നാണ് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കണമേ എന്ന്. ദാമ്പത്യ ജീവിതത്തിൻ്റെ 3 മാനങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ദൈവികവും സഭാത്മകവും സാമൂഹികവും.